ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല. കാരണം ഞാൻ കുറച്ച് യൂട്യൂബ് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ആളുകളുടെ റീയൂസ്ഡ് അപ്പീലും അതുപോലെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈകിയ സമയത്തും ഇങ്ങനെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ യൂട്യൂബിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് യൂട്യൂബിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഞാൻ ശ്രദ്ധിച്ച്, അപ്പോൾ ആ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയിട്ടുള്ളത്. അത് ആദ്യം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ യൂട്യൂബിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നു എന്ന് ഞാൻ പറഞ്ഞു. വളരെ വലിയൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം, ഒരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ്. നമ്മളൊക്കെ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ഷോർട്സിൻ്റെ ലെങ്ത് എത്രയാണ്? 60 സെക്കൻഡ് വരെയല്ലേ നമുക്ക് യൂട്യൂബിൽ ഷോർട്സിൻ്റെ ലെങ്ത് എന്നുള്ളത്. എന്നാൽ ഒക്ടോബർ 15 മുതൽ 3 മിനിറ്റ് വരെയാണ് ഷോർട്സിൻ്റെ ലെങ്ത് യൂട്യൂബ് കൂട്ടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? വളരെ വലിയൊരു അപ്ഡേറ്റ് അല്ലേ? യൂട്യൂബിൻ്റെ ഷോർട്സിലെ ലെങ്ത് 60 സെക്കൻഡിൽ നിന്നും യൂട്യൂബ് 3 മിനിറ്റിലേക്ക് ആഡ് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 മിനിറ്റ് വരെ ഉള്ളത് വരെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പലർക്കും ഇപ്പോൾ ഒരു സ്റ്റോറി ടെല്ലൊക്കെ പറയുമ്പോൾ 1 മിനിറ്റിൽ ഒതുക്കാൻ കഴിയാത്തവരായിട്ടുണ്ടായിരിക്കും. അങ്ങനെ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇനി മുതൽ ഷോർട്സിൻ്റെ ലെങ്ത് കൂട്ടാം. 3 മിനിറ്റ് വരെ നമുക്ക് ഷോർട്സ് വീഡിയോൻ്റെ ലെങ്ത് കൂട്ടാം എന്നുള്ളതാണ് അപ്ഡേറ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം അപ്ഡേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. 3 മിനിറ്റ് ഷോർട്സ് ഇനി മുതൽ നമുക്ക് ഒക്ടോബർ 15 മുതൽ ചെയ്യാം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇതുവരെ 60 സെക്കൻഡിൽ കൂടുതലുള്ള ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സ് റേഷ്യോയിൽ വെർട്ടിക്കൽ ടൈപ്പിൽ നമ്മൾ 60 സെക്കൻഡിൽ കൂടുതലുള്ളൊരു വീഡിയോ ചെയ്താൽ അത് ലോങ് വീഡിയോ ആയിട്ടല്ലേ പരിഗണിക്കാറുള്ളത്. എന്നാൽ ഒക്ടോബർ 15 വരെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒക്ടോബർ 15 വരെ നമ്മൾ ഈ ഒരു 60 സെക്കൻഡിൽ കൂടുതൽ ഷോർട്സ് റേഷ്യോയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ യൂട്യൂബ് പരിഗണിക്കും. ഒക്ടോബർ 15 ശേഷം നമ്മൾ ചെയ്യുന്ന ഷോർട്സ് റേഷ്യോയിൽ വെർട്ടിക്കൽ റേഷ്യോയിൽ നമ്മൾ ചെയ്യുന്ന ഷോർട്സ് 60 സെക്കൻഡിൽ കൂടുതലുണ്ടെങ്കിൽ അത് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് തന്നെ യൂട്യൂബ് പരിഗണിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു 60 സെക്കൻഡിൽ കൂടുതലുള്ള ഷോർട്സ് വീഡിയോ ഒക്ടോബർ 15 മുതൽ നമുക്ക് ചെയ്യാൻ കഴിയും, അതായത് 3 മിനിറ്റ് വരെ. അപ്പോൾ അതൊക്കെ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് കണക്കാക്കും. അത് ഏത് റേഷ്യോയിൽ? സാധാ നമ്മൾ ഇപ്പോൾ ഷോർട്സിൽ ചെയ്യുന്ന വെർട്ടിക്കൽ ടൈപ്പിലുള്ള റേഷ്യോയിലുള്ള ഷോർട്സ് കണ്ടന്റ് 3 മിനിറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന സംശയം, ഒക്ടോബർ 15 വരെ നമ്മളിപ്പോൾ ഓൾറെഡി 3 മിനിറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഷോർട്സ് റേഷ്യോയില്. പക്ഷെ അതൊക്കെ ലോങ് വീഡിയോ ആയിട്ടാണല്ലോ ഇപ്പൊ യൂട്യൂബ് പരിഗണിച്ചിട്ടുള്ളത്. അപ്പൊ ഒക്ടോബർ 15 വരെ അത് ലോങ് വീഡിയോ, നമ്മൾ ഒക്ടോബർ 15 വരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ് യൂട്യൂബ് പരിഗണിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന 3 മിനിറ്റ് വരെയുള്ള ഷോർട്സ് റേഷ്യോയിലുള്ള വീഡിയോസ് യൂട്യൂബ് ഷോർട്സ് കണ്ടന്റ് ആയിട്ട് പരിഗണിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനി അടുത്ത കാര്യം നോക്കാം. ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റേഴ്സിന് ഉണ്ടാകുന്ന ഒരു സംശയം, 3 മിനിറ്റിൽ കുറവുള്ള ലോങ് വീഡിയോ അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ഇപ്പൊ യൂട്യൂബ് പറയുന്നത് 3 മിനിറ്റ് വരെയുള്ള വീഡിയോസ് ഒക്കെ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് പരിഗണിക്കും എന്നുള്ളതല്ലേ. അപ്പൊ ഈ 3 മിനിറ്റിൽ ഷോർട്സ് റേഷ്യോയിൽ ചെയ്താലാണ് യൂട്യൂബ് അത് ഷോർട്സ് ആയിട്ട് പരിഗണിക്കുക. അപ്പൊ നമുക്കൊരു 2 മിനിറ്റുള്ള ലോങ് വീഡിയോ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ലോങ് വീഡിയോയുടെ റേഷ്യോയിൽ വീഡിയോ ചെയ്താൽ മതി. 16:9 എന്നുള്ള റേഷ്യോയിൽ, വൈഡ് റേഷ്യോയിൽ നമ്മൾ യൂട്യൂബിൽ 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ചെയ്താൽ അത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ യൂട്യൂബ് പരിഗണിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 മിനിറ്റ് വരെയുള്ള ഷോർട്സ് ആയിട്ട് പരിഗണിക്കുന്നത് ആ റേഷ്യോയിൽ ചെയ്യുമ്പോഴാണ്. അത് ഒക്ടോബർ 15 ശേഷം ചെയ്യുമ്പോഴാണ് ലോങ് വീഡിയോ നമുക്ക് 3 മിനിറ്റിൽ താഴെ ചെയ്യണമെങ്കിൽ വൈഡ് റേഷ്യോ 16:9 എന്നുള്ള റേഷ്യോയിൽ വീഡിയോസ് ചെയ്യുക. ഇനി നിങ്ങൾ ക്രിയേറ്റേഴ്സിന് ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഈ ഒരു ലോങ് ഷോർട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. അതായത് നമ്മൾ ഷോർട്സ് വീഡിയോ കണ്ടന്റ് നമുക്ക് ഷോർട്സിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ 60 സെക്കൻഡ് വരെയുള്ളതല്ലേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഇനി മുതൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സാധാ നമ്മൾ ലോങ് വീഡിയോ, നോർമൽ വീഡിയോ എങ്ങനെയാണോ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. യൂട്യൂബ് അതിൽ അപ്ഡേറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എത്രയും വേഗത്തിൽ അവരത് പുതിയ അപ്ലോഡ് ചെയ്യാനുള്ള 3 മിനിറ്റുള്ള ഷോർട്സ് വീഡിയോ അപ്ലോഡ്
ചെയ്യാനുള്ള ഓപ്ഷൻ ഈ യൂട്യൂബിൽ തന്നെ ഷോർട്സ് സെക്ഷനിൽ തരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ്, അതിൻ്റെ ഒരു സിസ്റ്റം അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗത്തിൽ അത് കിട്ടും. ഇപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ലോങ് ഷോർട്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കൊരു പുതിയ ടേം കൂടി യൂട്യൂബിൽ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഷോർട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലോങ് ഷോർട്സ്, അതായത് 60 സെക്കൻഡിൽ താഴെയുള്ളതാണ് നമ്മൾ ഇതുവരെ ഷോർട്സ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ലോങ് ഷോർട്സ് എന്ന് പറയുമ്പോൾ 3 മിനിറ്റിൽ താഴെയുള്ള ലോങ് ഷോർട്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂട്യൂബ് ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ് വരാനുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് യൂട്യൂബ് അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ള 2 കാര്യം, അപ്പോൾ ഇനിയും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പലരും ലൈക്ക് ചെയ്യാനും മറക്കുന്നുണ്ട്. അപ്പോൾ ഇനി പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു ഷോർട്സ് കണ്ടന്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കോപ്പിറൈറ്റ് ക്ലെയിമും അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോക്ക് കോപ്പിറൈറ്റ് വരാം. അപ്പോൾ 60 സെക്കൻഡിൽ കൂടുതലുള്ള ഒരു വീഡിയോക്ക് കോപ്പിറൈറ്റ്, നമ്മൾ ആ ഒരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ യൂട്യൂബ് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ആ ഒരു വീഡിയോ അൺപ്ലേയബിൾ ആകും, അത് പ്ലേ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ പ്ലേ ആകുന്നില്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നമുക്കൊരു പെനാൽറ്റി ഒന്നും കിട്ടുന്നതല്ല. പക്ഷേ ആ ഒരു വീഡിയോ യൂട്യൂബിൽ റൺ ആകുന്നതല്ല. അപ്പം നമുക്കത് റൺ ആക്കണം, പ്ലേ ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം പോയിട്ട് റിമൂവ് ചെയ്യണം. ഏത് മ്യൂസിക്കിനാണ് നമുക്ക് കോപ്പിറൈറ്റ് വന്നത് അത് പോയിട്ട് നമ്മൾ ലോങ് വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമ്മൾ വീണ്ടും ആ ഒരു സോങ് റീപ്ലേസ് ചെയ്യുക, കട്ടൊക്കെ ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ യൂട്യൂബ് ഈ ഒരു ലോങ് ഷോർട്സ് അവിടെ പ്ലേ ആക്കുകയുള്ളൂ. അതല്ലെങ്കിൽ യൂട്യൂബ് ബ്ലോക്ക് ആക്കിയിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം. യൂട്യൂബ് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. യൂട്യൂബിൽ 60 സെക്കൻഡിൽ കൂടുതലുള്ള വീഡിയോക്ക് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ആ വീഡിയോ ബ്ലോക്ക് ആക്കും, അതല്ലെങ്കിൽ അൺപ്ലേയബിൾ ആക്കും. അപ്പോൾ അവിടെ നമുക്കത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോങ് റീപ്ലേസ് ചെയ്യണം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ വന്നു എന്നതുകൊണ്ട് നമ്മുടെ ചാനലിന് ഒരു പെനാൽറ്റി ഒന്നും യൂട്യൂബ് നൽകുന്നതല്ല. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ലോങ് ഷോർട്സിൻ്റെ ഒരു ട്രാഫിക്, എങ്ങനെയാണ് നമുക്ക് വ്യൂസ് വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണ നമുക്ക് ഷോർട്സ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് പേജിലൊക്കെ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതുപോലെ ഷോർട്സ് ഫീഡിൽ നിന്നാണല്ലോ, ഷോർട്സ് ഷെൽഫിൽ നിന്ന് നമുക്ക് ഒരുപാട് വ്യൂസ് വരാറുണ്ട്. പക്ഷെ ഈ ഒരു അപ്ഡേറ്റിൽ ഇപ്പോൾ നമ്മൾ ലോങ് ഷോർട്സ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യൂട്യൂബ് കാണിക്കുന്നതല്ല എന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. സാധാ നമുക്ക് നോർമൽ ആയിട്ടൊരു ലോങ് വീഡിയോക്ക് എങ്ങനെയാണ് വീഡിയോ വ്യൂസ് വരുന്നത് ആ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഇത് യൂട്യൂബ് ഉടനെ ചേഞ്ച് ചെയ്യുന്നതാണ്. കാരണം ഇത് വലിയൊരു മാറ്റമാണ് യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വരുന്നത് വരെ യൂട്യൂബിൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മളെ ലോങ് ഷോർട്സ് റൺ ആവുക. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു അപ്ഡേറ്റ് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഷോർട്സ് കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ഓൺ ആണെങ്കിൽ, പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം ഓൺ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് ഇതിലൂടെ എങ്ങനെയാണ് റവന്യൂ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ നോർമൽ കേസിൽ നമുക്ക് യൂട്യൂബ് ഷോർട്സിൽ എങ്ങനെയാണോ റവന്യൂ വരുന്നത് ആ ഒരു രീതിയിൽ റവന്യൂ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മോണിറ്റൈസേഷന് ഓൺ അല്ല എങ്കിൽ, ഇതിലൂടെ 3 മിനിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ലോങ് വീഡിയോന്റെ ഒരു വാച്ച് ടൈം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കുമോ അതോ ഷോർട്സിന്റെ ആ ഒരു വ്യൂസ് ആ ക്രൈറ്റീരിയയിലേക്കാണോ എടുക്കുക, 10 മില്യൺ ഷോർട്സ് വ്യൂസ് അതിലേക്കാണോ എടുക്കുക എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിരിക്കും. അതിലിപ്പോൾ യൂട്യൂബ് ഇവിടെ പറയുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എങ്കിൽ നമുക്ക് ഇതിലൂടെ ഈ ഒരു ലോങ് ഷോർട്സിലൂടെ ലഭിക്കുന്ന വ്യൂസിന്റെ വാച്ച് ടൈം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കുന്നതല്ല. പക്ഷെ നിങ്ങൾ വിഷമിക്കാൻ വരട്ടെ, നിലവിൽ നമുക്ക് ഷോർട്സ് വ്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് 10 മില്യൺ, അതിലേക്ക് യൂട്യൂബ് ഈ ഒരു വ്യൂസ്
കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. നമുക്കവിടെ അത് ഒന്നിലേക്കും ആഡ് ചെയ്യുന്നില്ല എന്ന് യൂട്യൂബ് പറഞ്ഞിട്ടില്ലല്ലോ. 3 മിനിറ്റ് ആക്കുന്നതോട് കൂടിയിട്ടും യൂട്യൂബ് ക്രൈറ്റീരിയ ഒക്കെ അതുപോലെ ഇതിലേക്കും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയും. പിന്നെ ഇതൊക്കെ എങ്ങനെ റൺ ആകും, ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക. കൃത്യമായിട്ട് അതിന്റെ ഒരു അനലിറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിത് വളരെ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളെ അറിയിച്ചത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. മാത്രമല്ല ചിലരൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഭയങ്കര കുശുമ്പാണ് ക്രിയേറ്റേഴ്സിനോട്, അതുപോലെ ഭയങ്കര അസൂയുണ്ട് ചില ക്രിയേറ്റേഴ്സിനോട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ക്രിയേറ്ററുടെ ചില തെറ്റുകൾ നിങ്ങളെ ബാധിക്കുന്ന കുറച്ച് വിഷയങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനോടുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കറിയാം ഞാനും യൂട്യൂബ് കോർണർ മലയാളം തമ്മിൽ രണ്ടഭിപ്രായം ഒരു വിഷയത്തിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർഗാനിക് ആയിട്ടാണ് ഒരു ചാനലിൽ 4000 വാച്ച് ടൈം വരേണ്ടത്. അങ്ങനെ വന്നാലേ ആ യൂട്യൂബ് ചാനലിൽ കാര്യമുള്ളൂ, $100 അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബ് കോർണർ മലയാളം അതല്ല, പെയ്ഡ് ആയിട്ട് വാച്ച് ടൈം ചെയ്യാം, അത് ചാനലിന് നല്ലതാണ്. യൂട്യൂബ് നമ്മളെ ചാനലിൽ പരസ്യമൊക്കെ കാണിച്ചിട്ട് വരുമാനം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. യൂട്യൂബ് ഗൂഗിൾ ആഡ്സ് വഴിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ തെറ്റായിട്ട് യൂട്യൂബിനെ വ്യാഖ്യാനിച്ചിട്ട് പെയ്ഡ് വാച്ച് ടൈം നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്. അപ്പൊ നിങ്ങളിൽ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അങ്ങനെ രണ്ടഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഓർഗാനിക് ആയിട്ട് ചാനലിൽ 4000 വാച്ച് ടൈം വരണം. അപ്പൊ അതിന് ഞാൻ അങ്ങനെ റീച്ചായ കുറെ ചാനലിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പ് വീഡിയോയിൽ ഞാൻ ഏകദേശം ഒരു 3000 അടുത്ത് മാസം വരുമാനം കിട്ടുന്ന ഒരു ചാനൽ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ 12 വീഡിയോ ചെയ്തപ്പോഴേക്കും 4000 വാച്ച് ടൈം ഒരു ക്യാഷും കൊടുക്കാതെ സബും വാച്ച് ടൈമും നേടിയതൊക്കെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ വാദം അത് ഓർഗാനിക് ആയിട്ട് വരണം, അദ്ദേഹം ഓർഗാനിക് ആയിട്ട് വരേണ്ടതില്ല, പെയ്ഡ് ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിൽ ഒരു ചാനൽ എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ആ വീഡിയോയിൽ ഒറ്റ വീഡിയോ വൈറലായിട്ട് 4000 വാച്ച് ടൈം കിട്ടി, ഇത്രയേ ഉള്ളൂ വാച്ച് ടൈമിന്റെ കാര്യം എന്നുള്ളത് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ആ ഒരു ക്രിയേറ്ററുടെ എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. വളരെ സന്തോഷം ആ ഒരു ക്രിയേറ്റർ അതിന് സമ്മതിച്ചത്, ആ സമ്മതത്തോട് കൂടിയിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു ക്രിയേറ്ററോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഞാൻ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ ചതിക്കപ്പെടരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കുഴിയിൽപ്പെടരുതെന്ന്. അപ്പൊ ആ ക്രിയേറ്റർ പറഞ്ഞത്ര ഇത് കാണിച്ചോളൂ എന്ന്. എന്നിട്ട് അദ്ദേഹം എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുള്ളത് 4000 വാച്ച് ടൈം ഓർഗാനിക് ആയിട്ട് വന്നതാണ്, ഒറ്റ വീഡിയോ വൈറലായിട്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതിനിടെ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ഇങ്ങനെ ക്യാഷ് വാങ്ങിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന്. അപ്പൊ ഒരു ക്രിയേറ്റർക്ക് ഇത് കാണുന്ന അവരുടെ ഓഡിയൻസിന് തിരിച്ച് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഇത് നിങ്ങൾ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഇത് ഓർഗാനിക് ആയിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഇങ്ങനെ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ, അപ്പോഴേ നമുക്ക് വ്യൂസ് വരുള്ളൂ എന്ന്. അതേ പറഞ്ഞ ആള് തന്നെ അതിന്റെ ഇടയിൽ പറയാണ് ഇതാ എന്റെ നമ്പർ, ഇതിലേക്ക് വിളിച്ചോളൂ, പെയ്ഡ് ആയിട്ട് വാച്ച് ടൈമും സബും ഞാൻ കയറ്റി കൊടുക്കുന്നുണ്ട്. എനിക്ക് അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തോട് കുശുമ്പും അസൂയയുമാണെന്ന്. മാത്രമല്ല എന്നോടൊക്കെ പടച്ചോൻ ചോദിച്ചോളൂ, കാരണം ഞാൻ ഇത്രയും ഒരു സംഭവം ചെയ്യുന്നത്. അതായത് ഞാൻ എന്താണ് ചെയ്തത്, പെയ്ഡ് വാച്ച് ടൈം നല്ലതല്ല എന്ന് പറഞ്ഞത് അത് എനിക്ക് അസൂയും കുശുമ്പാണ്, പടച്ചോൻ തന്നോളെന്ന്. അപ്പൊ അതുപോലെ വാടക കൊടുക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. ഒരുപാട് പേര് വാടക കൊടുക്കാൻ മാറ്റിവെച്ച പൈസ കൊണ്ട് നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് നിങ്ങളെ കൊണ്ട് പെയ്ഡ് വാച്ച് ടൈമും സബും ചെയ്തിട്ട് ചാനല് റീച്ച് ആകാതെ വാടകന്റെ പൈസ അത് ഇപ്പോഴും പെൻഡിങ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞ് ഇപ്പോഴും കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാറുണ്ട്. സ്വർണം ഗോൾഡ് പണയം വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് സബും വാച്ച് ടൈമും ചെയ്യിപ്പിച്ചിട്ട് ചാനൽ എവിടെ എത്താതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് അവരുടെ ഫേസ് കാണിച്ചിട്ടോ കാണിക്കാം, അവർ റെഡിയാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് പേര്, 1 അല്ല 2 അല്ല 3 അല്ല ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറയാറുള്ളതാണ് അത് വേണ്ട, വീഡിയോസ് ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ രീതിയിൽ എനിക്ക് അസൂയയും കുശുമ്പും പടച്ചവനൊക്കെ എന്നോട് ചോദിക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ്, നിങ്ങളെ വ്യൂവേഴ്സും എൻ്റെ വ്യൂവേഴ്സൊക്കെ ക്രിയേറ്റേഴ്സ് ഇത് അറിയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത് ഓർഗാനിക് ആയിട്ട് റീച്ച് ആവേണ്ടത് നിങ്ങൾ തന്നെ പറയുന്നത്
അതിൽ ഓർഗാനിക് ആയിട്ടുള്ള സബ് വന്നാലേ വ്യൂസ് കിട്ടൂ എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഈ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ചെയ്യരുതെന്ന് പറഞ്ഞ എനിക്ക് അസൂയയും കുശുമ്പാണ്. എന്തെല്ലാം ഒരു വൈരുദ്ധ്യങ്ങളാണ് നിങ്ങളുടെ ഒറ്റ വീഡിയോയിൽ തന്നെ. പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ ഇത് കാണുന്ന മോണിറ്റൈസേഷൻ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്യാഷ് പോവാൻ നിൽക്കണ്ട. നിങ്ങളുടെ നല്ലതിന് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു ക്രിയേറ്ററായിട്ട് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓർഗാനിക് ആയിട്ടാണ് വരേണ്ടത്. അല്ലാതെ ആ വീഡിയോയിൽ തന്നെ അദ്ദേഹം ഫേക്കായിട്ട് ഇതുപോലെ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ആവശ്യമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.